അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന ഐറ്റംസിൻ്റെ പാർട്ട് 4 വ്ളോഗാട്ടോ കാണിക്കുന്നത്. ആക്ച്വലി ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം പാർട്ട് 1 ഇടണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ എന്തോ എങ്ങനെയോ വിട്ടുപോയി. ഇത് നമ്മുടെ ബോഡി ലോഷനാണ്. ഞാൻ ആക്ച്വലി സ്ഥിരം അങ്ങനെ യൂസ് ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇങ്ങനെയുള്ളൊരു ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത്ര അധികം ഉണ്ട്. 1.25 ലിറ്ററാണ് നമുക്ക് ഇതിലിപ്പോൾ ഒറ്റ ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നാൾ ലാസ്റ്റ് ചെയ്യും. മറ്റേ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇത്ര അധികം നാളത്തേക്ക് കിട്ടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂഷ്വലി സ്മോൾ ബോട്ടിൽസ് വാങ്ങുന്നതുകൊണ്ടായിരിക്കണം. അപ്പോൾ എനിക്കങ്ങനെ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്യുന്നതിൽ. പക്ഷെ എൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ അപ്പം തന്നെ അപ്ലൈ ചെയ്യും. അപ്പോൾ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് യൂഷ്വലി വേണ്ടത്. കുറച്ചൊരു എന്താ പറയുക, ഒരു നാം സ്കിന്നോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. പിന്നെ ഇതാ ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ്. ഞാൻ ഭയങ്കര ഫാനാണ് ലോട്ടസ് ബിസ്കോഫിൻ്റെ ഫ്ലേവറിനോട്. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇഗ്നോർ ചെയ്യണം കേട്ടോ, കാരണം എപ്പോൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വണ്ടികളുടെ ബഹളം കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഇഗ്നോർ ചെയ്യണം പ്ലീസ്. പിന്നെ അതാ ഈ ബിസ്ക്കറ്റ് ഇപ്പോൾ അത് നാട്ടിൽ അവൈലബിൾ ആയി തുടങ്ങി. എനിക്ക് തോന്നുന്നു 10 രൂപയ്ക്കൊക്കെ കിട്ടും. എനിക്ക് ആക്ച്വലി ബിസ്കോഫ് ഫ്ലേവറാണ് കുറച്ചും കൂടി ഇഷ്ടം ബിസ്ക്കറ്റിനേക്കാളും. കാരണം ബിസ്ക്കറ്റ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടൂ സ്വീറ്റായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എന്നാലും അടിപൊളിയാണ്. ആക്ച്വലി പുറത്ത് ഇതിൻ്റെ ക്രീം വരുന്ന ഫ്ലേവറും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ അവൾ പോയതിന് ശേഷം കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾ കുറേ പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പെട്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഓപ്പൺ ചെയ്യുന്ന വീഡിയോയിൽ ഞാനൊരു ചെറിയ പോർഷൻ അന്ന് ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? കാരണം ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഐറ്റംസ് എന്നുള്ള രീതിയിൽ അവർ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി അന്നെടുത്ത വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ സ്പ്രെഡാണ്, ക്രഞ്ചിയാണ്. ഇത് ഭയങ്കര അടിപൊളിയാട്ടോ. അതുപോലെ തന്നെ സ്വീറ്റാണ്, പക്ഷേ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്നതുകൊണ്ട് വെറുതെ തിന്നാൻ പോലും നല്ല ടേസ്റ്റാണ്. അത് ബ്രെഡിലിട്ട് കഴിക്കാനും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ക്രഞ്ചി അല്ലാത്തതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നല്ലതാട്ടോ, ഇങ്ങനെ സ്പ്രെഡായിട്ട് കഴിക്കാനായിട്ട് നല്ലതായിരുന്നു. അത് വീട്ടിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കോഫി, ഞാൻ ഭയങ്കര ഒരു കോഫി ലവർ ആയതുകൊണ്ട് അതാ കൊണ്ടുവന്ന കുറച്ച് കോഫിയുടെ ഇതാണ്. ഇത് ആക്ച്വലി അവളിങ്ങനെ ലൂസ് പോലെയായിട്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. ഇത് ലാസ്റ്റ് ടൈം ഒരു ചെറിയ ബോക്സ് പോലെ കൊണ്ടുവന്നു. ഒരു ബോക്സിനകത്ത് 8 സാഷയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിരുന്നത്. ഇത്തവണ കുറച്ച് ലൂസായിട്ട് ആ ബോക്സിന് ഉള്ളിലുള്ളത് പൊട്ടിച്ചിട്ട് 8 എന്നുള്ളത് കുറച്ച് അധികമായിട്ട് കൊണ്ടുവന്നു. ഇത് ഐസ്ഡ് റേഞ്ചാണ് വരുന്നത്. ഫ്ലേവർ വന്നിട്ട് ഐസ്ഡ് ലാറ്റയോ അങ്ങനെ എന്തോ തന്നെയാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. പക്ഷേ ഇത് ഭയങ്കര അടിപൊളി കേട്ടോ. അതായത് നമ്മൾ ചുമ്മാ ഒരു എന്താ പറയുക, കോൾഡ് വാട്ടർ ഇതിനകത്ത് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഐസ് ഇട്ടിട്ട് നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചാലും മതി. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഫ്ലേവറാണ്, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം അവൾ ഐസ്ഡ് ലാറ്റയും പിന്നെ മോക്ക എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചൂടായിരുന്നു, ഹോട്ടായിട്ടുള്ളത്. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഐസ്ഡ് റേഞ്ചാണ് കൊണ്ടുവന്നേക്കണേ. ഇതിൻ്റെ ബോക്സ് വന്നിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് കണ്ടോ 8 കപ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അങ്ങനെ. അപ്പോൾ ഇത് ഇത്തവണ പുതിയത് കൊണ്ടുവന്നു. ഇത് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നല്ല, ഇതുപോലെ എനിക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഐസ്ഡ് ലാറ്റ്. പക്ഷേ ഇതിൽ അവർ പറയുന്നത് കോൾഡ് മിൽക്ക് ആഡ് ചെയ്യാനാണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ഉണ്ട്. ലൈക്ക് എന്താ പറയുക, കോഫി പൗഡറുണ്ട്, അതുപോലെ തന്നെ മിൽക്ക് പൗഡറുണ്ട്, ഷുഗറും ഉണ്ട്, എല്ലാം ഉണ്ട്. വെറുതെ തണുത്തുള്ള ഒഴിച്ചാൽ മതി. ഇതിൽ എന്തോ മിൽക്കാണ് ആഡ് ചെയ്യണത്. ഇത് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്യാൻ പോണത്. കുക്കി ഡോ എന്ന് പറഞ്ഞ ഫ്ലേവർ. പക്ഷേ ഞാൻ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, കോഫി ലവേഴ്സിനത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുക. നെസ്കഫയുടെ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്ര അധികം വെറൈറ്റി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടാണോ എന്നറിയില്ല, എനിക്ക് ആമസോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ആഡുകൾ വരാറുണ്ട്. അപ്പോൾ ആമസോണിൽ കുറച്ചൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കോഫി ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ ചേച്ചി കൊണ്ടുവന്നതിൽ ഇതേപോലെ തന്നെ മക്കോണോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കോഫി പൗഡർ ഉണ്ടായിരുന്നു. അത് വലുതാട്ടോ, നല്ല വലുതാണ് അവൾ കൊണ്ടുവന്നത്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, അത് വീട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കോഫി ലവേഴ്സ് എന്തായാലും ഡു ട്രൈ ഇറ്റ് ഔട്ട്. ആമസോണിൽ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല, പക്ഷേ എന്താ പറയുക, അടിപൊളിയാണ്. അപ്പോൾ നെസ്കഫയുടെ ഇങ്ങനത്തെ കുറേ വേരിയൻറ്റുകൾ ഇറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത് നാട്ടിൽ ഇതൊക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുറേ വേരിയൻറ്റുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കോഫി ലവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ആമസോണിലൊക്കെ അതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വെറൈറ്റി കാണാൻ പറ്റും. അപ്പോൾ ഡു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് 4 വ്ളോഗ് ഇത്ര ഉള്ളൂ. ഇതോടുകൂടി ഏതാണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞോളൂ, വന്ന ടൈമിൽ എനിക്ക് അത്ര അങ്ങോട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചും കൂടെ ഐറ്റംസ് ഉണ്ടായിരുന്നേനെ. അപ്പോൾ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, പറ്റുന്ന ഐറ്റംസ് ഞാൻ കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു വേരിയൻറ്റ് ചേച്ചി കൊണ്ടുവന്നത്, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ യൂട്യൂബൊക്കെ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതും കാണാൻ പറ്റും.
അതായത് ഇങ്ങനെ എന്താ പറയുക കിറ്റ് കാറ്റിൻ്റെ എന്താ പറയുക ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വീട് പോലെ ഉണ്ടാക്കുക, സ്നോ പോലത്തെ ഒരു വീട്. എനിക്കതിന് കറക്റ്റ് എന്താ പറയാമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്ളോഗായിട്ട് ഞാൻ അടുത്തായിട്ട് ഇറക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.